എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോഴേ എൻ്റെ ഓണ ആഘോഷങ്ങളൊക്കെ ഇവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഓണാഘോഷം. അപ്പം പതിവ് പോലെ തന്നെ നമ്മളിപ്പോൾ 4ാമത്തെ മാസമാണ് കിറ്റൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മാസം എനിക്ക് കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു മാസം ഈ ഒരു ഓണ സ്പെഷ്യലായിട്ട് നമ്മൾ പോകുന്ന സ്ഥലം ഏതാന്ന് പറയണ്ടേ? നമ്മുടെ പാലക്കാട് ജില്ലയിലെ മലമ്പുഴയ്ക്ക് ഉള്ളിലായിട്ട് ചേമ്പന എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മുടെ സ്വന്തം കാടിൻ്റെ മക്കൾ നമ്മളെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. നാളെ രാവിലെ പോകാനാണ് നമ്മുടെ പ്ലാന്. അപ്പം സാധനങ്ങളൊക്കെ ഇനി കുറച്ചുകൂടി എത്താനുണ്ട്. അതായത് പച്ചക്കറിയൊക്കെ നമുക്ക് എത്താനുണ്ട്. കാരണം പച്ചക്കറി മേടിച്ചുകൊണ്ട് വെച്ചാലും ചീത്തയായി പോകത്തില്ലേ. അപ്പോൾ നാളെ രാവിലെ അത് അവർ പാക്ക് ചെയ്ത് തരും. നമുക്ക് പോകുന്ന വഴിക്ക് എടുത്തിട്ട് അങ്ങനെ പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചേക്കണേ. ബാക്കി ഇതേ കുറച്ച് അരി, ഒരു 5-6 പാക്കറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ അരിയും സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പം അതേപോലെ നമുക്ക് ചെറുമണി അരിയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മളിപ്പോൾ ഈ ഒരു ചേമ്പന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ഒരു ഏകദേശം 20-25 വീട്ടുകാർക്കുള്ള കിറ്റ് കൊണ്ടാണ് നമ്മൾ പോകുന്നത്. 2 സ്ഥലത്തായിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം കിറ്റുകൾ കൊടുക്കുന്നത്. ഒന്ന് നമ്മുടെ ചേമ്പന എന്ന് പറഞ്ഞ സ്ഥലത്തും, ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാലക്കുടിയിലെ പരിയാരം പഞ്ചായത്തിലെ മുനിപ്പാറ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമപ്രദേശത്തും കൂടിയാണ് ബാക്കി ഒരു 15-20 കിറ്റോളം നമ്മൾ അവിടെയും കൊടുക്കുന്നത്. അപ്പോൾ 2 സ്ഥലത്തായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പോയിട്ട് വന്നിട്ട് വേണം ശനിയാഴ്ച ഞായറാഴ്ച വേണം നമുക്ക് പരിയാരത്തേക്ക് പോയിട്ട് കിറ്റുകൾ വിതരണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അത് പതിപോലെ തന്നെ നമ്മുടെ ചെറുമണി അരി, അപ്പോൾ റേഷൻ അരി അല്ല കേട്ടോ, ചെറുമണിയാണേ. അപ്പോൾ അതെ, ഇനി ഒരു ചാക്ക് അരി വരാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറി വരാനുണ്ട്. പിന്നെ കുറച്ച് ഐറ്റംസ് 1-2 ഐറ്റംസ് കൂടി വരാനുണ്ട്. അപ്പം 5 കിലോ അരിയാണ് ഒരു പാക്കറ്റ് വരുന്നത്. 5 കിലോ അരി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ശർക്കര വരട്ടി ഉണ്ട്, ചിപ്സ് ഉണ്ട്. ഇതൊക്കെ കുറച്ചുകൂടി വരാനുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി, മഞ്ഞപ്പൊടി, നമ്മുടെ പരിപ്പ്, ഇതേ പഞ്ചസാര, ഇതെല്ലാം ഞങ്ങൾക്ക് ഇനി കവറിലേക്ക് ആക്കണം. നമുക്കൊരു 20-25 കിറ്റിലേക്ക് നമുക്ക് പാക്കറ്റിൽ ആക്കണം. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയ്ക്ക് ഇപ്പോൾ വരും എല്ലാവരും പാക്ക് ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ സാമ്പാർ കഷ്ണം വന്നിട്ടില്ല, ഇപ്പോൾ വരും. അതുപോലെ തന്നെ ഇത് സാമ്പാർ പൊടി, അതിലിടാനുള്ള പൊടി, പിന്നെ ഒരു ഫാമിലിക്ക് ഒരു സോപ്പ് വെച്ചിട്ട് നമുക്ക് സോപ്പ് നമ്മുടെ ചാലക്കുടി സൂര്യൻ കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മുടെ പായസ കിറ്റ് ഉണ്ട്. അതിന് അരിയാണ്ട ഇതായിരിക്കണോ അരി. പിന്നെ ഇതാ പപ്പടം, പിന്നെ ഓണക്കോടി ആയിട്ട് നമ്മൾ എന്താ പറയുന്നത്, കൈലി, ഒരു കൈലിയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. എന്താ കൈലിയാണേ, കൈലിമുണ്ട്. അപ്പം ഞാൻ ഈ കൂടുതൽ ഫുഡ് ഐറ്റംസിലേക്ക് ഞാൻ ഉൾപ്പെടുത്താൻ നോക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് ഒരു ഫാമിലിക്ക് ഒരു കൈലി വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു ഓണക്കോടി, അത് വലിയ ഓണക്കോടിയൊന്നുമില്ല, ചെറിയൊരു ഓണക്കോടി കേട്ടോ. എൻ്റെ സന്തോഷത്തിന് ഒരു ഓണക്കോടി. അതേപോലെ പിന്നെ വേറെ എന്താ ഐറ്റംസ് ഉണ്ടായിരുന്നല്ലോ, പരിപ്പ്, പഞ്ചസാര, വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ. അപ്പം ഇത്രയും ഐറ്റംസ് ഒക്കെയാണ്. ഉപ്പ് പുറത്തിരിക്കുന്നുണ്ട്, അത് ഇങ്ങോട്ട് എടുത്തൊന്നുമില്ല. അപ്പോൾ ഉപ്പ് ഉണ്ട് കേട്ടോ, ഒരു പാക്കറ്റ് ഉപ്പ് വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു കിറ്റ്. അപ്പോൾ ഈ കിറ്റ് ഫുള്ള് റെഡിയാക്കിയിട്ട് ഞാനൊരു കവർ കാണിച്ചു തരാം നിങ്ങളെല്ലാവരെയും. അപ്പോൾ ജസ്റ്റ് ഞാൻ പാക്ക് ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടതാണ്. അപ്പോൾ എന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക. അപ്പം എന്താ പറയുക, നിങ്ങളുടെ നല്ല നല്ല കമൻസുകളും, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. നിങ്ങളുടെ ആ സ്നേഹമാണ് എന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയുള്ള പ്രചോദനം. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ നെഗറ്റീവുമാണ് എനിക്ക് പോസിറ്റീവായി മാറുന്നത്. നിങ്ങൾ എന്നെ തളർത്താൻ നോക്കുന്നതനുസരിച്ച് നമ്മളിങ്ങനെ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാരോടും പോസിറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരോടും എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ നെഗറ്റീവാണ് എൻ്റെ വരുമാന മാർഗം, നിങ്ങളുടെ പോസിറ്റീവാണ് എൻ്റെ എനർജി. അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ബൈ.